എന്താണ് മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? ജീവൻ ഈ ശരീര മനസ്സിനെ വിട്ട് പോകുന്നതാണ് മരണം. എങ്ങോട്ട് ഇപ്പം പോകുന്നു എന്ന് പറയുമ്പോൾ എവിടെ പോകുന്നു? ഇതാ ഇവിടെ പോകുന്നു. ഇപ്പം എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? കുറച്ച് നേരം മൂക്കും വായ അങ്ങ് പൊത്തിയാൽ അപ്പം തന്നെ മരിക്കും. വിതിൻ 2 minutes മരിക്കും. ഇത്രയല്ലേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ ശരീര മനസ്സ്. കുറേ നേരം എന്നോട് ചോദ്യം ചോദിക്കുന്നു, എനിക്ക് ദേഷ്യം വരുന്നു, ഞാൻ കഴുത്തിൽ പിടിച്ച് അങ്ങ് അമക്കിയാൽ ചത്തുപോകും. എന്തുകൊണ്ട്? ശ്വാസം കിട്ടിയില്ല. അതാ ഇവിടെ തന്നെ, ഇവിടെയുള്ള ഈ ശ്വാസമല്ലേ വലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും. ഇവിടേക്ക് തന്നെ തിരിച്ചു പോകും, ഇതിൻ്റെ ഉള്ളിലോട്ട് പോവില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചത്തു എന്ന് പറയും. ഇത് മരണം. അതിനെ കുഴിച്ചിട്ടു, എവിടെ തിരിച്ച് പ്രകൃതിയിലോട്ട് പോയി, മണ്ണായി അല്ലെങ്കിൽ ചാരമായി, എന്തോ ആയി, അത്രയേ ഉള്ളൂ. ഈ മരണാനന്തര ജീവിതം അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അതിനെ പറ്റിയൊക്കെ എന്താണ് ഒരു കാഴ്ചപ്പാട്? നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ലൈഫ് മനസ്സിന് കൊടുക്കുന്ന ഒരു ഷോക്കാണ്, ഒരു ബോൾട്ട് ഓഫ് ഷോക്ക്. എന്നിട്ട് അതോടുകൂടെ കംപ്ലീറ്റ്ലി മാറും മനസ്സ്. എല്ലാ ND പേഷ്യൻസിനും അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ഷിഫ്റ്റാണ്. എന്താ, അവർ ചെറുതായിട്ടൊന്ന് കണ്ടു, ആ കാഴ്ച എല്ലാ കാഴ്ചകളും ഒരു ആകത്തുക സെയിം ആണ് ഇവർ പറയുന്ന കാഴ്ചകളെല്ലാം. കുറെ ലൈറ്റും ഇതും അവരുടെ ഇഷ്ട ദൈവത്തിനെ കണ്ടു. മനസ്സാണ് ശാന്തമായി പൊക്കൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞു ശാന്തമാവും. പക്ഷെ അതൊക്കെ അപ്പോഴും മനസ്സിൻ്റെ പ്രൊജക്ഷൻസ് ആണ്. കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇവരുടെ തന്നെ കുറേ വീഡിയോസ് കണ്ടാൽ നമ്മൾ അത് തന്നെ കാണും. ബിക്കോസ് മറ്റേ സൈഡ് കാണാൻ പറ്റില്ല, ബിക്കോസ് അപ്പോഴേക്കും മരിച്ചു പോകും, പിന്നെ തിരിച്ചു വരവില്ല. ആ അറ്റം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു അറ്റം കാണുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇത്ര സെക്കൻഡിനുള്ളിൽ തിരിച്ചു വരണം, അല്ലെങ്കിൽ പോയി, ശരീരം വിട്ടുപോകും. അപ്പോൾ ഈ മെഡിറ്റേഷൻ ടെക്നിക്സിൽ ഔട്ട് ഓഫ് ബോഡി മെഡിറ്റേഷൻസ്, ആസ്ട്രൽ പ്രൊജക്ഷൻ, ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ത്രെറ്റ് എപ്പോഴും ഉണ്ട്, മരണം എപ്പോഴും സംഭവിക്കാം. ഈ ആസ്ട്രൽ പ്രൊജക്ഷനിലൊക്കെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അനുഭവിക്കാം. ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ ചോദ്യം ചെയ്യണം, നമ്മൾ അനുഭവിക്കണം, നമ്മൾ അനുഭവിച്ചറിയണം. പിന്നെ അത് നമ്മുടെ അറിവായി, വിശ്വാസമല്ല. ഒന്നിലും വിശ്വസിക്കരുത്. എന്തിനു വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ ചോദിച്ചും അറിഞ്ഞും കൊണ്ടും പഠിച്ചും അനുഭവിച്ച് വേണം അറിയാൻ. ലൈഫ് അതിനാണല്ലോ ഒരു ശരീര മനസ്സെടുക്കുന്നത്. ഇതെല്ലാം ഈ പറയുന്ന വിഗ്യാൻ ഭൈരവ് തന്ത്രയിൽ 112 ടെക്നിക്കിൽ ഓഷോ എഴുതിയ ബുക്കല്ല അത്. വിഗ്യാൻ ഭൈരവ് തന്ത്ര ഒരു പുരാണമാണ്. 5000 വർഷം നമുക്ക് പറയാൻ പറ്റില്ല, വർഷങ്ങളൊന്നും നമ്മൾ പറയുന്നതാണ്. ഒരു വളരെ പ്രീ ഹിസ്റ്റോറിക്കൽ സാധനം പോലെയാണ്. അതെ, ആ ബുക്കാണ് എന്നോട് വായിക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് ഓഷോൻ്റെ ട്രാൻസ്ലേഷൻസ് ആണ്, ബിക്കോസ് നമുക്കൊന്നും സംസ്കൃതം വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അത് പല ഗുരുക്കന്മാരും അതിനെ ലഘൂകരിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ആക്ച്വലി പറഞ്ഞാൽ എന്താണ്? ജീവനാണ്. എല്ലാവർക്കും ജീവനുണ്ടല്ലോ, മനസ്സിലായില്ലേ? പൊയ്ക്കോ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. പിന്നെ നമ്മൾ ഈ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഡിസ്കോഴ്സസ്, അതാണ് ആ ബുക്കിലൊക്കെ ഉള്ളത്, എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷേ ആക്ച്വലി വിഗ്യാൻ ഭൈരവ് തന്ത്ര എന്ന് പറയുന്നത് 112 ടെക്നിക്കാണ്, താന്ത്രിക് ടെക്നിക്സാണ്. നമ്മളതിൽ ഏത് ചെയ്താലും വേറൊരു വശം നമ്മൾ അനുഭവിച്ചറിയും. വളരെ ഡിഫിക്കൽട്ട് ടെക്സ്റ്റാണ് ഇത് ചെയ്യാൻ, വളരെ ഡിഫിക്കൽട്ടാണ്. 112 ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഫുൾ വായിച്ചിട്ടുണ്ട്. വായിക്കാനുള്ള ബുക്കല്ല, ചെയ്യാനുള്ള ബുക്കാണ്. എനിക്ക് 2.5 കൊല്ലം എടുത്തു ആ ഒരു ബുക്ക് തീർക്കാൻ, വേറെ ഒരു പണിയും ചെയ്യാതെ. എന്ന് വെച്ചാൽ അഭിനയിക്കുന്ന സമയം അല്ലാത്ത എല്ലാ മിനിറ്റും ഈ ബുക്കിലായിരുന്നു ഞാൻ. ലാലേട്ടനെ പോയി ട്രൈ ചെയ്തിട്ടുണ്ടാവും? ഞാൻ ചോദിച്ചിട്ടില്ല. ഈ മലയാള ബുക്കിന്റെ ഫോർവേഡ് എഴുതിയത് ലാലേട്ടൻ. അപ്പോൾ അത് തന്നെ എനിക്ക് വലിയൊരു എന്താ പറയുക, അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് വളരെ ഇൻട്രസ്റ്റ് ഉള്ള. ഇപ്പോൾ ഈ ഇടയായിട്ട് കുറേയും കൂടെ പുതിയ ഇന്റർവ്യൂസും കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്ത് തുടങ്ങി. ബിക്കോസ് ഇതെന്താ മിക്കവരും ഇത് ഷെയർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ കാഴ്ചപ്പാട് മാത്രമാണ്. എന്തിനാ വേറൊരാളെ അടിച്ചേൽപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായി. ഇപ്പം ഇത്രയും ജീവനിലും അല്ലെങ്കിൽ ദൈവം ഇതിലൊക്കെ ഒരു ഉത്തരം കാണുന്ന അലേന ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം കോടിക്കണക്കിന് ദൈവങ്ങളുടെ പേരുകളും അത്രയും ദൈവങ്ങളും അതുപോലെ തന്നെ എവിടെ തിരിഞ്ഞാലും അമ്പലങ്ങൾ, പള്ളികൾ എല്ലാം ഉണ്ട്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ ഒരു മരണാനന്തര ചടങ്ങുകളിൽ, ക്രിയകളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നിലും വിശ്വാസമല്ല. അതായത് റിലിജ്യൻ ഒരു ലെവൽ വരെ മെച്യൂരിറ്റിയുള്ള സോൾസിന് ഒരു ആശ്രയമാണ്.
അവർക്കത് ആവശ്യമാണ്. അത് ആ സ്റ്റേജിലുള്ളവർക്ക് വേണ്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്പിരിച്വാലിറ്റി, പ്യുവർ സ്പിരിച്വാലിറ്റിയിലേക്ക് ദൈവത്തിന് നേരിട്ട് എനിക്കറിയണം, എനിക്ക് വേറൊരു ചടങ്ങുകളൊന്നുമല്ല, നേരിട്ട് അറിയണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതുവരെ റിലിജ്യനാണ്. റിലിജ്യൻ ആവശ്യമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്കതൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ആശ്രയമാണ്, ഒരു ചിട്ട കൊടുക്കുന്നു, മാർഗദർശനം കൊടുക്കുന്നു ലൈഫിൽ. ഒരുപാട് ഗുണമുണ്ടല്ലോ പലർക്കും അവരുടെ റിലിജ്യനിൽ നിന്നും. അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഈ ഇതിൽ വിശ്വസിക്കുന്നു. അത് വിശ്വാസത്തിൻ്റെ പുറത്തുള്ള ഒരു സംഭവമാണത്. ഈ വിശ്വാസം പോരാ, എനിക്ക് അനുഭവിച്ചറിയണം എന്ന് പറയുന്നവരാണ് സ്പിരിച്വൽ. ഓക്കെ. വിശ്വാസത്തിൻ്റെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ റിലിജ്യൻ വരെ എത്തി നിൽക്കും. അതിനും മുകളിൽ വളർന്നു പോകുന്ന സോൾസാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത്. മനസ്സിലായി. അപ്പോൾ ഞാൻ ആ കാലഘട്ടം കഴിഞ്ഞ ഒരാളാണ് എന്തായാലും, ഏതോ ഒരു ജന്മത്തിൽ. ബിക്കോസ് ഈ ജന്മത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ജനിക്കുമ്പോൾ ഞാൻ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള റിലിജ്യൻസ് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്കാണ് വരുന്നത്. ബിക്കോസ് നമുക്കത് കഴിഞ്ഞു. ഈ ഇപ്പം ഇത്രയും ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉള്ള വ്യക്തി, ഞാൻ പറയും ഇപ്പം ആദി ശങ്കരാചാര്യ, അങ്ങനെ ഒരുപാട് വലിയ വലിയ ആളുകൾ നമ്മൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാനുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു നമ്മളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം ജീവിച്ചിരുന്ന സത്യസായി ബാബയാണെങ്കിലും മാതാ അമൃതാനന്ദ, അവരൊക്കെ ഗുരുക്കന്മാർ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ രണ്ട് ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ഇവർക്കെതിരെയും പറയുന്ന ആളുകളുണ്ട്, ഇവർക്ക് അനുകൂലിച്ചും പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ജീസസ് ക്രൈസ്റ്റ് പോലുള്ള, ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലുള്ള, മുഹമ്മദ് നബി പോലുള്ള ആളുകളൊക്കെ അവർ മനുഷ്യരായിരുന്നു എന്നും ഇപ്പം ഇതുപോലെയുള്ളൊരു ബോധോദയം വന്നതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ഒരു വലിയ സമൂഹം ഉണ്ടായി. അങ്ങനെയാണ് ഈ കാസ്റ്റ് റിലീജിയനൊക്കെ ഉണ്ടായെന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം ഇന്ന് ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ച് വൈഡായിട്ട് ആൾക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യാനും ആൾക്കാരുണ്ട്. അന്നത് ഇല്ലാത്തത് കൊണ്ട് അവരെയൊക്കെ നമ്മൾ ഇപ്പോഴും ദൈവം, ഇപ്പോൾ ആൾക്കാർക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള വിവരം ഉണ്ടായി? കുറച്ചുകൂടെ സാധ്യതകൾ കൂടുതലാണ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇവരുടെയൊക്കെ അറിവ് കൊണ്ട് തന്നെ. ഇവര് പറഞ്ഞപ്പോൾ അത് മിണ്ടാതിരുന്ന് കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവർക്ക് തന്നെ ഇപ്പം എനിക്ക് കുറേ അറിയാം എന്നായപ്പോഴാണ് ഈ എല്ലാത്തിനും ചോദ്യം ചെയ്യുന്ന സ്വഭാവം ചോദ്യം ചെയ്യുന്നു. പിന്നെ എന്ത് പറ്റി? ആക്ച്വലി ഇത്രയും ആൾക്കാരുടെ ബോധോദയം ഉണ്ടായില്ലേ, ഇത്രയും കൂടിയില്ലേ, ആ ടൈഡായിട്ട് കൂടിയില്ലേ, അത് ഇത്രയും ഗുരുക്കന്മാർ ഇതിനു മുമ്പ് പണിയെടുത്തതുകൊണ്ടാണ്. ആ സമയത്ത് മിണ്ടാതിരുന്ന് കേട്ടത് കൊണ്ടാണ് അവർക്ക് മനസ്സിലായത്. ആ മനസ്സിലായ ആൾക്കാർ അവരുടെ അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ നോക്കി. അവർ കുറേയും കൂടെ കാര്യങ്ങൾ അറിഞ്ഞു. ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് എന്തും അറിയാം, എല്ലാവർക്കും എന്തും അറിയാം. ഒരു നിമിഷത്തിൻ്റെ കാര്യമുള്ളൂ. ChatGPT പോയി ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. ഇപ്പോൾ AI കൂടെ ഉണ്ട്, സെർച്ച് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ചോദിച്ചാൽ ഉത്തരം ടക്കുന്നു വന്നു. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയില്ലേ, ഇവിടെ ഉള്ള എല്ലാം, എന്തിനും. അതാണ് ഈ ലോകത്തിലെ വിവരം എല്ലാം അറിയാം. അപ്പോൾ നമ്മളത്ര ആ ലെവലിലോട്ട് എന്തു പോയി? ജീവൻ മനുഷ്യ മനസ്സുകളെ എലിവേറ്റ് ചെയ്തു. ജീവനൊന്നും സംഭവിക്കുന്നില്ല. മനസ്സ് കുറച്ചും കൂടെയും അറിവുള്ളതായി. പക്ഷെ മനസ്സ് വളർന്നപ്പോൾ ശരീരം എല്ലാവരുടെയും പോകുന്നുണ്ട്. എല്ലാവരുടെ ശാരീരിക ബലം അല്ലെങ്കിൽ ആരോഗ്യം കുറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടം നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇനി ശരീരത്തിന് മനസ്സെത്തണടുത്ത് ശരീരം എത്തണം എന്ന് പറയുന്ന ആ ഒരു തത്വം എൻ്റെ ഗുരുവാണ് എനിക്ക് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് അടുത്ത ബുക്കിന് വേണ്ടിയിട്ട്. ഞാനും എന്നത്തേക്കായിരിക്കും വരുന്നത്? ഒരു ഐഡിയ ഇല്ല, ബിക്കോസ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.